ആ ഡോക്ടർ തുടർച്ചയായിട്ട് എന്തുകൊണ്ട് വിമർശനം ഉന്നയിക്കുന്നത് എനിക്കറിയില്ല. ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ പരിശോധിച്ചിട്ടിൽ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ HDS നിന്ന് ഏറ്റവും കൂടുതൽ രൂപയ്ക്ക് സാധനം വാങ്ങിച്ചു കൊടുത്തേക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് യൂറോളജി. 30 ലക്ഷം രൂപയ്ക്ക് സാധനം വാങ്ങിച്ചു കൊടുത്തു. കൂടാതെ തന്നെ ഒരു 2 കോടി രൂപയുടെ ഒരു ESWL മെഷീന് വേണ്ടിയിട്ട് അതിൻ്റെ ഭരണാനുമതി കളക്ടറിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് ഗവൺമെൻറ്റിലേക്ക് വിട്ടിട്ടുണ്ട്. അത് വളരെ അടുത്ത് തന്നെ നമ്മൾ വാങ്ങാനായിട്ട് HDSൻ്റെ അനുമതിയും എല്ലാം കിട്ടിയിട്ട് വാങ്ങാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഈ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് വേറെ ഒരു ഡിപ്പാർട്ട്മെൻറ്റും ഇല്ലാത്ത രീതിയിലാണ് യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഡോക്ടർ പറയുന്നതിൽ എനിക്ക് തോന്നുന്നില്ല എന്താണ് അതിൻ്റെ ഉദ്ദേശമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കൂടാതെ തന്നെ ശസ്ത്രക്രിയകൾ സ്ഥിരമായിട്ട് മുടങ്ങുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു അറിവും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കഴിഞ്ഞ തവണ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു മെഷീൻ ഒരു രോഗിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ ആ മെഷീൻ കേടായപ്പോൾ അടുത്ത രോഗിക്ക് അത് ഉപയോഗിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് അവിടുത്തെ ഇഷ്യൂ. ആ രോഗിയുടേതാണ് മാറ്റിവെച്ചത്. അല്ല സ്ഥിരമായി ഇവിടെ ശസ്ത്രക്രിയകൾ മാറ്റിവെക്കുന്നു എന്ന് പറയുന്നത് ശരിയല്ല. അങ്ങനെ ഇവിടെ സംഭവിച്ചിട്ടുമില്ല. ഈ ഒരു മെഷീൻ തന്നെ നമ്മൾ വാങ്ങാനായിട്ട് ഓർഡർ കൊടുത്തിട്ടുണ്ട്. അത് എത്താനുള്ളൊരു കാലതാമസമാണ് ഈ വരുന്നത്. ഹൈദരാബാദിൽ നിന്ന് ഇവിടെ കൊണ്ടുവരാനുള്ളൊരു കാലതാമസമാണ് ഇവിടെ വരുന്നത്. 1-2 ദിവസത്തിനകം സാധനം എത്തും. ഇതിപ്പോൾ ഒരു മെഷീൻ്റെ ഒരു പാർട്ട് മാത്രമാണ് പറയുന്നത്. ഈ പാർട്ട് നമ്മൾ സ്ഥിരമായിട്ട് ഓർഡർ ചെയ്യുന്നതാണ്. അതായത് 2024 മുതൽ സ്ഥിരമായിട്ട് 2-3 എണ്ണം വെച്ച് വാങ്ങി വരുന്നതാണ്. ആ വാങ്ങി വരുന്നതിലൊന്നും ഒരു ഡിലേയും വന്നിട്ടില്ല. കഴിഞ്ഞ തവണയും നമ്മൾ 24 ജൂണിൽ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്, 24 ഡിസംബറിൽ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്, 25 ജനുവരി വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അടുത്ത ജൂണിൽ വാങ്ങാനായിട്ടുള്ളതാണ് ഇപ്പോൾ റെഡിയാക്കുന്നത്. ഈ സാധാരണ സംഭവിക്കുന്ന കണക്കുള്ള ഈ പ്രൊസീജിയർ ഡിലേ വരുമ്പോൾ ഈ ഡോക്ടർ പറയാറുണ്ട് അത് നമ്മളെ പ്രൊസീജിയർ ഡിലേ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും താമസം ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് മാനേജ് ചെയ്യുന്നതുകൊണ്ട്. പക്ഷേ എല്ലാ സാധനങ്ങൾ വാങ്ങുന്നതിനൊരു പർച്ചേസ് റൂളുണ്ട്. ആ റൂൾ അനുസരിച്ച് നമുക്ക് വാങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വരുന്നൊരു സ്വാഭാവിക ഡിലേ അല്ലാതെ ഒരു സ്പെസിഫിക് ഒരു ഡിപ്പാർട്ട്മെൻറ്റിനോ അല്ലെങ്കിൽ ഒരിടത്തോ അങ്ങനെ ഒരു ഡിലേ വരുന്നതായിട്ട് കാണുന്നില്ല. നിങ്ങൾക്ക് മെഡിക്കൽ കോളേജിൽ കയറി നോക്കിയാൽ അറിയാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. ഇപ്പോൾ അടുത്ത കാലത്ത് മാത്രം ഉദ്ഘാടനം ചെയ്ത കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, നമ്മുടെ പുതിയ MRI മെഷീൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പുതിയ CT മെഷീൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. കൂടാതെ തന്നെ പുതിയ കാത്ത് ലാബ് അതിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം വളരെ ഏറെ വില വരുന്ന കോടിക്കണക്കിന് രൂപ വില വരുന്ന സാധനങ്ങളാണ്. കൂടാതെ തന്നെ നമുക്ക് ന്യൂക്ലിയർ മെഡിസിനിലുള്ള സാധനങ്ങൾ എത്താൻ പുതിയതായിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങി അവിടെയുള്ള പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. അതെല്ലാം ഈ ഒരു വർഷത്തിലുള്ള നേട്ടങ്ങളാണ്. ഇതൊന്നും ഒരു ചെറിയ കാര്യമല്ല. ഇതൊക്കെ കോടിക്കണക്കിന് രൂപ വരുന്ന സാധനങ്ങളാണ് ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതൊന്ന് മെഡിക്കൽ കോളേജിനകത്ത് ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് പോയി കണ്ടാൽ ആർക്കും ബോധ്യപ്പെടാൻ പറ്റുന്നതേ ഉള്ളൂ. അത് ഇപ്പോഴെല്ലാവർക്കും ഓപ്പൺ അല്ലേ മെഡിക്കൽ കോളേജ്. നിങ്ങൾക്ക് പോയി കാണാം ഈ സ്ഥലങ്ങൾ ഇവിടെ ഉണ്ടോ, ഈ ഫെസിലിറ്റീസ് ഉണ്ടോ, നേരത്തെ ഉണ്ടായിരുന്നതാണോ, ഇപ്പോഴത്തെ ഫെസിലിറ്റീസ് തുടങ്ങിയിട്ടുണ്ടോ എന്നുള്ളത് ആർക്കും ബോധ്യപ്പെടാവുന്ന കാര്യമാണ്. ഈ എമൗണ്ടൊക്കെ ഇതൊക്കെ പൈസ ചിലവഴിച്ചല്ലേ ഇത് ഉണ്ടാക്കുന്നത്. അതും കോടിക്കണക്കിന് രൂപയാണ് ഓരോ മെഷീന് വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ അത് എല്ലാവർക്കും സാമാന്യ ജനത്തിന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. ആർക്ക് വേണോ കയറി പരിശോധിക്കാം ഇവിടെ എമൗണ്ട് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതിനുള്ള വികസന പ്രവർത്തനം നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ നോക്കാം. ഞാൻ പറയേണ്ട കാര്യമില്ല. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സാധാരണഗതിയിൽ ഇപ്പോൾ പ്രിൻസിപ്പലിനോടോ പറഞ്ഞ ഒരു കാര്യം നടന്നില്ലെങ്കിൽ അതിന് മുകളിൽ DMA ഉണ്ട്, അല്ലെങ്കിൽ വേറെ വ്യവസ്ഥാപിതമായ മാർഗ്ഗങ്ങളുണ്ട്, അതിൽ അറിയിക്കാം. അതിലൊന്നും നടന്നില്ലെങ്കിൽ മാത്രമേ ഇങ്ങനെ വന്ന് മീഡിയയുടെ മുമ്പ് ഇങ്ങനെ പൊട്ടിത്തെറിക്കേണ്ട കാര്യമുള്ളൂ. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇപ്പം സൂപ്രൻ്റെ കയ്യിലോ അല്ലെങ്കിൽ പ്രിൻസിപ്പലിൻ്റെ കയ്യിലോ ഒരു താമസം വന്നു എന്ന് പുള്ളിക്ക് ബോധ്യപ്പെട്ടാൽ പുള്ളിക്ക് ഇതിന് മുകളിലോട്ടുള്ള ഒരു ഫോൺ വിളിച്ചാൽ മതി. DMA ആയാലും മിനിസ്റ്റർ ആയാലും ഒരു ഫോൺ വിളിച്ചാൽ നടക്കാമെന്നുള്ള കാര്യമേ ഉള്ളൂ. പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് എനിക്കറിയില്ല. ഒരെററും ഉണ്ടായിട്ടില്ല. ഇവിടുത്തെ ട്രിവാൻഡ്രത്തെ മെഡിക്കൽ കോളേജിൻ്റെ കാര്യമാണെങ്കിൽ മിനിസ്റ്റർ ഓഫീസും നിരന്തരമായിട്ട് ഓരോ ചെറിയ കാര്യങ്ങളിൽ പോലും ശ്രദ്ധിക്കുന്നതാണ്. മിനിസ്റ്റർ ഇവിടെ മാസത്തിലൊരു 3 തവണയെങ്കിലും വരാത്ത ദിവസങ്ങളില്ല. ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ അറിയിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. വരാത്ത ഒരു 3-4 തവണ ഒരു മാസത്തിൽ മിനിസ്റ്റർ ഇവിടെ വരാറുണ്ട്. കാഷ്വാലിറ്റി മാത്രമല്ല, ഇവിടെ മുഴുവനും ചുറ്റിക്കിടന്ന് കാണാറുണ്ട്. നമ്മളെല്ലാം കൂടെ പോകാറുമുണ്ട്. എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അവർക്ക് അറിയിക്കാം. ഇല്ലെങ്കിൽ ഒരു ഇമെയിൽ കൊടുത്താൽ മതിയല്ലോ. ഇമെയിലിന് പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നതാണ് മന്ത്രി. ജസ്റ്റ് ഒരു ഇമെയിൽ മിനിസ്റ്റർ ഓഫീസിൽ വിട്ട് കഴിഞ്ഞാൽ പരിഹരിക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. അതിനെന്തുകൊണ്ടാണ് ഇങ്ങനെ മീഡിയയിൽ വന്ന് ഇങ്ങനെ പറയേണ്ട കാര്യമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആശുപത്രിയിൽ നിലവിൽ ഇങ്ങനെ ഭീതിപ്പെടേണ്ട ഒരാവശ്യമില്ല. ഇവിടെ സർജറീസ് ഒന്നും മാറ്റിവെക്കുന്നില്ല. ഈ ഒരു പർട്ടിക്കുലർ കേസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോബ് കേടായിപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മെഷീൻ രാത്രി കേടായിപ്പോൾ എന്ത് ചെയ്യും? അത് പുതിയൊരു മെഷീൻ പകൽ വാങ്ങി അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതിനുണ്ടായ സാധാരണയുള്ള കാലതാമസം മാത്രമാണ് സംഭവിച്ചിരിക്കുന്നത്.